ഹലോ മോളെ, നിക്ക്, ചേട്ടനൊന്നും പറയട്ടെ. ഒന്ന് പോടാ മരപ്പട്ടി. ഐഷ്, ഈ പെമ്പിള്ളാർക്കെല്ലാം ഒടുക്കത്തെ തൊലിക്കട്ടിയാ. ഈ പ്രാവശ്യത്തെ ഫസ്റ്റ് ഇയേഴ്സ് ഒന്നും കൊള്ളൂല. നീ വിഷമിക്കല്ലേ ജാക്കെ, നമുക്ക് സെറ്റാക്കാടാ. അല്ലടാ, നമ്മുടെ പിള്ളേരൊന്നും കാണാനില്ലല്ലോ. അവന്മാര് ഗേറ്റിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവും. അവിടെ ആവുമ്പോ നല്ല കളക്ഷൻ അടിക്കാൻ പറ്റുമല്ലോ. ശരിയാ, നീ വാ, നമുക്ക് അങ്ങോട്ട് പോവാം. ഹേ സ്വീറ്റി ക്യൂട്ടി ലവ്ലി ബേബി, ചേട്ടനൊന്നും മൈൻഡ് ആക്കിട്ട് പോടോ. ഹായ്, ചേട്ടനെ കാണാം ക്യൂട്ട് ആൻഡ് ഹോട്ട് ആയിട്ടുണ്ട്. ഐ ലൈക്ക് ഇറ്റ്. ഓഹോ, താങ്ക് യു ബേബി. ഞാൻ പോണു, പിന്നെ വരാം. ബൈ. ഐ ആം വെയിറ്റിംഗ് ബേബി. ചെറിഞ്ഞേ, സെറ്റായാടാ നിനക്ക്? ഹേയ് ഇല്ലടാ, ജസ്റ്റ് ഫോർ എ രസം, ദാറ്റ്സ് ഓൾ. നല്ല ഒരെണ്ണത്തിനെ ഇതുവരെ കണ്ടില്ല. ഓ, ഫ്ലൈറ്റിംഗ് ആയിരുന്നല്ലേ. യാ മാൻ. ഡെയിൻ എവിടെ? കാണാനില്ലല്ലോ. അവൻ വരും, ലേറ്റ് ആവുന്നാലും ലേറ്റസ്റ്റ് അവരുവേ. അല്ലടാ, മറ്റേ അഗസ്റ്റ് വീണ്ടും സസ്പെൻഷൻ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്, അവൻ്റെ കൈക്ക് പണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓ, അവന്മാരൊന്നും എത്ര തല്ലിയാലും നന്നാവൂല. ഇപ്പം ഫസ്റ്റ് ഇയേഴ്സും കൂടെ വരുന്നോണ്ട് ഏതേലും മൂലയ്ക്ക് നിൽപ്പുണ്ടാവും. പട്ടി. ആ, ഡെയിൻ വരട്ടെ. അതവിടെ നിക്കട്ടെ, നമുക്ക് വേറൊരു സ്ഥലം വരെ പോയിട്ട് വരാം. മമ്മി, ഞാൻ ഇറങ്ങുവാണേ. ആമി, സൂക്ഷിച്ച് പോണം കേട്ടോ. ഫസ്റ്റ് ഇയേഴ്സ് ആണ്, റാഗിങ് ഒക്കെ ഉണ്ടാവും. ആരെയും പേടിച്ചിരിക്കലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് പോയി പറയണം. ആരെയും ഭീഷണിപ്പെടുത്തിയാൽ മമ്മിയോട് വന്ന് പറഞ്ഞു കേട്ടോ. ആവേ, സൂക്ഷിച്ച് പോണേ. ഓ എൻ്റെ മമ്മി, ഇതിപ്പോൾ എത്രാമത്തെ തവണയാ പറയുന്നതെന്ന് വല്ല ബോധമുണ്ടോ? ഞാൻ സൂക്ഷിച്ചോളാം, ഞാൻ എല്ലാം കറക്റ്റായിട്ട് ചെയ്തോളാം. പിന്നെ ഞാൻ ഒറ്റയ്ക്കൊന്നുമല്ലല്ലോ, എൻ്റെ ഫ്രണ്ട്സ് ഇല്ല എൻ്റെ കൂടെ. പിന്നെ എന്താ എൻ്റെ മമ്മിക്കുട്ടി, എനിക്കൊന്നും വരൂല. മമ്മി പേടിക്കണ്ട, ലേറ്റായി അവളമാരെന്നെ കൊല്ലും. ഞാൻ പോവാ. സൂക്ഷിച്ച് പോയിട്ട് വാ. എടി, എന്ത് വലിയ കോളേജാ, നമുക്ക് കേറിയാലോ? വെയിറ്റ്, ഇനി എസ്തറും ആമിയും മെർലിനും വരാനുണ്ട്. ഓ, അവളമാര് വന്നില്ലല്ലേ? ആ, വെയിറ്റ് ആക്കാം. എടി, റാഗിങ് ഉണ്ടാവോ? ഐഷ്, പേടിക്കല്ലേ, നമ്മൾ 7 പേരില്ലേ, പിന്നെന്താ? അല്ല എന്നാലും നീ പറഞ്ഞ് പേടിപ്പിക്കാതിരുന്നാ മതി. അവളമാര് വരുന്നു. ഹലോ ഗൈസ്, ഞങ്ങൾ വന്നു. എടി ആമി, എന്നാടി പറ്റിയ മിണ്ടാതെ നിൽക്കുന്നു? ഇല്ലടി, എനിക്ക് ചെറിയൊരു പേടി. ഇവള് എന്തിനാടി പേടിക്കുന്ന? നമ്മൾ 7 പേരില്ലേ? നിങ്ങൾ വന്നാണ്, നമുക്ക് വലതുകാലം വെച്ച് തന്നെ കേറാം. ഹലോ മിസ്, അപ്പോ നമ്മുടെ ഗേൾസിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. അവർ ഫസ്റ്റ് ഇയേഴ്സ് ആണ്, അതിൻ്റെ ഒരു ഇതാണ് നിങ്ങളിപ്പോ കണ്ടത്. പിന്നെന്തുവാ? ഒന്നുമില്ല, നമുക്ക് കണ്ടു തന്നെ അറിയാം. എടി, ക്യാൻറ്റീനിൽ പോയി വല്ലതും കഴിച്ചാലോ? അവരുടെ കൊക്കപ്പോയി ഓണായി. അടങ്ങി നിക്കടി, നമുക്ക് പിന്നെ പോവാം. ഈ കോളേജിന്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാം അങ്ങോട്ട്. ഓ, ഓക്കെ, ശരി മേഡം. ഹേയ് ക്യൂട്ടീസ്. എടി, റാഗിങ് ആയിരിക്കോ? പേടിക്കണ്ട ബേബീസ്, നിങ്ങളെയൊന്നും എനിക്ക് വേണ്ട. ആ മഞ്ഞക്കിലേ മതി. അതാര്? എടി, ആമയല്ലേ അവൻ പറയുന്നേ? ഞാനോ? എനിക്ക് പേടിയാവുന്നു. നീ പേടിക്കല്ലേ, ഞങ്ങളുണ്ട് കൂടെ. ഹേയ് ബ്യൂട്ടി ബേബി, പേടിക്കല്ലേ, ഞാനൊന്നും ചെയ്യില്ല. ആൻഡ് യുവർ സ്വീറ്റ് നെയിം പ്ലീസ്? ആമി ഇബ്രാഹിം. ഓഹോ, അപ്പം എൻ്റെ ഫ്യൂച്ചർ അമ്മായിപ്പൻ്റെ പേര് അബ്രഹാം എന്നാണല്ലേ? എനിക്ക് വയ്യ, കൊള്ളാം. എടി, ഇയാളെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? എടി, ഇത് വേറൊരു ടൈപ്പ് ഓഫ് റാഗിങ് ആടി. എനിക്ക് പോണം. എടി വാ, പോവാം. ഹേയ് ബേബി, അത്ര പെട്ടെന്ന് പോയാലോ? ദാ നോക്ക്, അവന്മാര് പണി തുടങ്ങി. അവൻ എന്താന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ, ബട്ട് അവളെ കൈ വെക്കുവാണെങ്കിൽ കൊടുക്കാം. ഇവന്മാർക്കൊക്കെ ഒന്ന് നന്നായിക്കൂടെ പ്ലേട്ടി? എനിക്ക് പോകണം. ഐഷ്, പോവല്ലേ ബേബി, ചേട്ടൻ പറയട്ടെ. ഇതം പറഞ്ഞ് അവൻ അവളുടെ കയ്യിൽ പിടിക്കുന്നു. എന്റെ കയ്യിന്ന് വീട്. കിടന്ന് പിടയ്ക്കാതടി പെണ്ണേ. എന്റെ കയ്യിന്ന് വീട്, പേടിക്കുന്നു. വിടറ അവളെ കയ്യിന്ന്. ചെറിൻ, നീ ഇതിൽ ഇടപെടണ്ട, നീ നിന്റെ പണി നോക്കാൻ നോക്ക്. നിന്നോട് അവളെ വിടാനാ പറഞ്ഞേ. അത് പറയ, നീ ആരടാ? ഞാൻ വീണ്ടും പറയാം, നിന്നോട് അവളെ വിടാനാ പറഞ്ഞേ. ഇല്ല, നീ എന്തു ചെയ്യും? എന്താടാ പട്ടി, നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ല അല്ലേ? ഇതിനോളം ഞാൻ തരാം. എടി ആമി, മോളെ നീ കരുതിയിരുന്നോ, നിനക്കുള്ള പണി വരുന്നുണ്ട്. നീ ക്ലാസ്സിൽ പോകാൻ നോക്ക്. ചേട്ടനല്ലേ?
ആഹാ, ആ ബ്രോ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ കാണാമായിരുന്നു. ആ പോട്ട്, എല്ലാം കഴിഞ്ഞില്ലേ? നിങ്ങൾ വാ, നമുക്ക് ക്ലാസ്സിൽ കയറാം. ഡാ, നീ അവനെ അടിക്കണ്ടായിരുന്നു. അതിന് വേറെ പ്രശ്നം ഉണ്ടാവേ ഉള്ളൂ. ഡാ, പിന്നെ പറഞ്ഞിട്ട് കേൾക്കാതിരുന്ന ഞാൻ പിന്നെ എന്ത് ചെയ്യണ? ഇപ്രാവശ്യം പ്രിൻസിപ്പൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഇനി വല്ല പ്രശ്നം ഉണ്ടായാൽ നമുക്കും തരും സസ്പെൻഷൻ. എടാ, വരുന്നിടത്ത് വെച്ച് കാണാം. എന്നാടാ പ്രശ്നം? ആ നീ വന്ന Stop, 이름은 버려 Mr. Rover, Rover, Rover. I'm coming over, over, over. Call me Rover, Rover, Rover. I'm coming over. 이름은 버려 Mr. ആടാ, എന്തേലും പ്രശ്നമുണ്ടോ? നീ എന്താ ലേറ്റായേ? അത് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അല്ല, എന്തേലും പ്രശ്നമുണ്ടോ? അത് പറ നിങ്ങൾ. എടാ, അത് ആ അഗസ്റ്റ് അവൻ സസ്പെൻഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലും വലിയ പ്രശ്നം ഇനി വേറെ വരാനില്ല. വട്ടാ, ഞാൻ പറയട്ടെ. ഓഹോ, അപ്പം അങ്ങനെയൊക്കെ നടന്നല്ലേ? ആരാ അവള്? എനിക്കറിയാൻ പാടില്ല. ഡാ, നീയാണ് അവനെ അടിച്ചെങ്കിലും അത് ആ കൊച്ചിനായിരിക്കും എഫക്റ്റ് ചെയ്യുന്നത്. ഒന്ന് നോക്കിക്കൊള്ളണം. ഇതാരീ പറയുന്ന? കോളേജ് ഫ്ലഡിൽ പോയാണോ? ഇല്ലടാ, ഇവനതൊക്കെ നിർത്തി. ഇപ്പം നന്നാവാൻ തീരുമാനിച്ചു. ഡാ, രാവിലെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങു രണ്ടും. ഞങ്ങളൊന്നും പറഞ്ഞില്ലേ? അല്ലടാ നീ എപ്പോ വന്ന്? ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. വാ, ക്ലാസ്സിൽ പോവാം. ഇനി അതടുത്ത വേറെ പ്രശ്നമാവണ്ട. എടി വാ, ഇനി നമുക്ക് ക്യാൻറ്റീനിൽ പോവാം. ഇവര് പോവാം. വാ ഗൈസ്, കം ഓൺ, ലെറ്റ്സ് ഗോ. എടി, നിങ്ങൾ പൊക്കോ, എനിക്ക് ഇവിടുത്തെ ലൈബ്രറി കാണണം. ഞാനൊന്ന് പോയിട്ട് വരാം. ഫസ്റ്റ് ഡേ തന്നെ നിനക്ക് ബുക്ക് ആവണം. എടി, ഞാൻ പോയി ജസ്റ്റ് കണ്ടിട്ട് വരാം. ആരും തടയണ്ട, ഇവള് നന്നാവൂല. പോയിട്ട് വരട്ടെ. അല്ലടി, കൂടെ വരണോ? വേണ്ട, ഞാൻ പൊയ്ക്കോളാം, നിങ്ങൾ പൊയ്ക്കോ. എടി, ഒറ്റയ്ക്ക് പോയാൽ ശരിയാവോ? ഹേയ്, ഒന്നുമില്ല, നിങ്ങൾ പോയിട്ട് വാ. ഓക്കെ? ശരി, ഓക്കെ. ഹേ ബേബി, ഇവിടെ നിൽക്കുമായിരുന്നോ? ഇവനോ? കർത്താവേ. കോഡിനെ വിളിച്ചിട്ട് കാര്യമില്ല. എന്റെ കൈന്ന് വീട്. അടങ്ങി നിക്കടി, പറയട്ടെ ഞാൻ. എന്റെ കൈന്ന് വിടാനാ പറഞ്ഞേ, വീട്. എടി, നിനക്ക് വേണ്ടിയല്ലേ അത്രയും പേരെ മുന്നിൽ വെച്ച് അവൻ എന്നെ അടിച്ചത്. അവൻ അടിച്ച സ്ഥലത്ത് തന്നെ മോളൊരു കിസ് തന്നിട്ട് പോയിക്കോ. എന്റെ വീട്, എനിക്ക് പോണം. പൊന്നാര മോനെ, വിടറാവാ. അപ്പൊ ശരിയാണ് മിസ്. ടാറ്റ, ബൈ ബൈ. നെക്സ്റ്റ് എപ്പിസോഡ് കാണാം. പിന്നെ നെക്സ്റ്റ് എപ്പിസോഡ് അത് എപ്പോൾ വരുമെന്ന് എനിക്കറിയില്ല. ഓക്കെ.